അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് നമ്മുടെ ലാസ്റ്റ് സെഷൻ ഇവിടെ തീരാൻ പോവാണ് ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾ പിന്നെ ഒരുപാട് കണ്ടു അല്ലേ, ഒരുപാട് കണ്ടറിഞ്ഞു, കേട്ടറിഞ്ഞു. എന്താണ് കഥ? ഒരു വലിയൊരു കഥയായിരുന്നു, വിശാലമായൊരു കഥയായിരുന്നു നമ്മളിതുവരെ പറഞ്ഞത് അല്ലേ. അതിൽ തന്നെ എങ്ങനെയാണ് മാതാപിതാക്കളെ സന്തോഷിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിലൂടെ മനസ്സിലായി അല്ലേ. എല്ലാവരെയും സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൽ എപ്പോഴാണ് എന്നുള്ള വലിയ തെളിവ്, അതിൻ്റെ വലിയൊരു നിദർശനമാണ് ഹാമിദ്. എങ്ങനെയാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നുള്ള ഇത് സ്വന്തം സുഹൃത്തുക്കൾക്ക് വരെ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും അമീനാനെ ചാത്തി പേടിലി, മനസ്സിലായോ? അമീന ഭാരത്താൽ ഹൃദയം തകർന്നു. ദുഃഖത്തിൻ്റെ ഭാരത്താൽ ദുഃഖഭാരത്താൽ എന്ത് ചെയ്തു? ഹൃദയം തകർന്നു. ഒരു പ്രയോഗമാണ് ചാത്തി പേടിലി പറഞ്ഞാൽ ദുഃഖഭാരത്താൽ ഹൃദയം തകർന്നു. മനസ്സിലായോ? ദുഃഖഭാരത്താൽ ഹൃദയം തകർന്നു. യേ കൈസാ ബേസമജ് ലഡ്കാ ഹേ, ഇത് എന്ത് അറിയാത്തൊരു കുട്ടിയാ, ഒരു വകതിരിവില്ലാത്ത കുട്ടിയാണല്ലോ അത്. എന്ത് വകതിരിവില്ലാത്തൊരു കുട്ടിയാ അത്. കെ ദോപ്പഹർ ഹോ ഗയി, ഉച്ച സമയക്കണല്ലോ. എന്നെ കുച്ച് കായാ എന്നെ പിയാ, ഒന്നും തിന്നിട്ടില്ല, ഒന്നും കുടിച്ചിട്ടില്ല, ഉച്ച സമയക്കണു. ഈ കുട്ടി എന്ത് കുട്ടിയാ? കറക്റ്റ് സമയം തിന്നാനും കുടിച്ചാനും വന്നൂടെ എന്നൊക്കെ പറഞ്ഞ് ആകെ ദുഃഖഭാരത്താൽ ഹൃദയം പൊട്ടി, ഹൃദയം തകർന്നു. ലായാക്കിയ എന്താ കൊണ്ടുവന്നിട്ടുണ്ട്? ബസ് ദസ്തുപന. ഈ ഒരു ദസ്തുപന മാത്രമാണല്ലോ കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് ഈ കുട്ടി എന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം പറയാണ്, സാരേ മേലെ മേ തുജെ ഔർ ചീസ് ന മിലി ജോ യേ ലോഹേക്ക ചമട്ട ഉടാലിയ. മേളയിൽ മൊത്തത്തിൽ കറങ്ങിയിട്ട് ഈ ദസ്തുപനല്ലാതെ വേറൊന്നും കിട്ടിയില്ലേ? മേളി എത്ര നേരമായി കൊണ്ടിട്ട് കറങ്ങണം വേണ്ടിയിട്ട്, ഒരുപാട് സമയം കറങ്ങണം വേണ്ടിയിട്ട്, എന്നിട്ട് ഇതുവരെ എനിക്ക് ഈ ദസ്തുപനല്ലാതെ വേറൊന്നും കിട്ടിയില്ലേ? ചോദിക്കണ ചോദ്യം കേട്ടോ നിങ്ങൾ, മനസ്സിലായോ? അപ്പോൾ ഏതായാലും എങ്ങനെ അർത്ഥം വെക്കല്? സാരെ മേലേമേ, മൊത്തത്തിൽ മേളയിൽ ഉടനീളം തുജെ നിനക്ക് ഔർ ചീസ് ന മിലി, വേറെ വസ്തു ഒന്നും കിട്ടിയില്ലേ? ജോ യേ ലോഹേക്ക ചമട്ട ഉടലിയ, ഈ ഒരു ലോഹത്തിൻ്റെ ഇറുക്കുകോല് ഉയർത്തി കൊണ്ടുവരാൻ മാത്രം. എന്ന് പറഞ്ഞാൽ ലോഹത്തിൻ്റെ ഈ ഒരു ഇറുക്കുകോല് മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയുള്ള സാധനമൊക്കെ എവിടെ പോയി കുട്ടിയേ എന്നാണ് ചോദിക്കണേ. മനസ്സിലായിട്ട് പറയണേ. വേറെ എന്തെങ്കിലും സാധനം ഒപ്പം കൊടുന്നുകൂടാനോ? ദസ്തുപന മാത്രമേ കൊടുന്നതാണ്. ഹാമിദിനെ ഖത്താവർ അന്താസ് മേ കഹാ, ഹാമിദ് ആ സമയത്ത് അക്രമസ്വരത്തിൽ പറഞ്ഞു. ഹാമിദ് എന്താ ചെയ്തേ? ഒരു അക്രമസ്വരത്തിൽ പറഞ്ഞു. എന്താണ് ഹാമിദ് പറയണത്? ഹാമിദ് അക്രമസ്വരത്തിൽ എന്താ പറയണേ? എന്തായിരിക്കും പറയാ? നിങ്ങളെ അഭിപ്രായം എന്താ? ഹാമിദ് അക്രമസ്വരത്തിൽ എന്തായിരിക്കും പറയണ്ടാവുക? എന്നാ കേട്ടോളി. തുമാരി അങ്കുലിയാൻ തവേ സേ ജൽ ജാതി തീ, നിങ്ങളുടെ വിരലുകൾ, കൈവിരലുകളൊക്കെ തവേ സേ ജൽ ജാതി തീ, ദോശച്ചട്ടിയിൽ ഇങ്ങനെ വെന്തുരുകുകയായിരുന്നു, അല്ലെങ്കിൽ പൊള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദോശച്ചട്ടിയിൽ ഇങ്ങനെ ഓരോ വർക്കുകൾ ചെയ്യണ സമയത്ത് നിങ്ങളുടെ കൈ ഇങ്ങനെ പൊള്ളായിരുന്നു പല സമയത്തും. മനസ്സിലായോ? തവേർന്ന അറിയില്ലേ? ദോശച്ചട്ടി. അപ്പോൾ ദോശച്ചട്ടി കാരണമായിട്ട്, നിങ്ങളുടെ അടുപ്പത്തെ പണി കാരണമായിട്ട് നിങ്ങളെ കൈകൾ പൊള്ളായിരുന്നു. ഞാൻ ആ രംഗങ്ങൾ പല സമയത്തും കണ്ടിരുന്നു. ഇസ്ലിയ മൈനയലിയ, അതുകൊണ്ടാണ് ഞാനത് കൊണ്ടുവന്നത്. മനസ്സിലായോ? ബുഡിയാക്ക ഉസ്സാ ഫൗറൻ ഷഫഖത് മേ ബദൽ ഗയ. അപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കണ ഈ വല്യമ്മണ്ടല്ലോ, ഈ വൃദ്ധ, അതിൻ്റെ ആ ഒരു ദേഷ്യം പെട്ടെന്ന് തന്നെ സഡൻലി, ഇമ്മീഡിയറ്റ്ലി ഷഫഖത് മേ ബദൽ ഗയ, സ്നേഹത്തിലായി മാറി. മനസ്സിലായോ? അപ്പോൾ കൂടുതൽ സ്നേഹം ഉണ്ടായി എന്നർത്ഥം. ദേഷ്യമൊക്കെ പോയിട്ട് സ്നേഹം തിരിച്ചു വന്നു. ഓർ ഷഫഖത്ത് ബി വോ നഹി ജോ ബയാൻ കി ജാ സക്തി ഹേ. എങ്ങനത്തെ സ്നേഹം എന്നറിയോ? ഷഫഖത്ത് എന്ന് പറഞ്ഞാൽ സാധാ പിന്നെ സ്നേഹമല്ല. ഷഫഖത്ത് ബി വോ നഹി, അത്തരത്തിലുള്ള സ്നേഹമൊന്നും അല്ല കേട്ടോ. ജോ ബയാൻ കി ജാ സക്തി ഹേ, വിശദീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്നേഹമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരുന്നു എന്നർത്ഥം. ഓവർ സ്നേഹം, സ്നേഹിച്ചു കൊല്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ല, അത്രയും സ്നേഹിക്കന്നെ, അത്രയും സ്നേഹം എന്നുണ്ടായോ അവർക്ക് ഉണ്ടായിരുന്നു.
और अपनी सारी तहसीर लफ्ज़ों में मुंतशिर कर देती है. തൻ്റെ പ്രതിഫലനം ഉണ്ടാക്കുന്ന, ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന എല്ലാ ലഫ്ലുകളും ചിന്നിച്ചിതറി എന്ത് ചെയ്തു ആണ് പറഞ്ഞാണ് കൊടുത്തു. നല്ല 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 കുട്ടിയാണ്, അതാണ് ഇതാണ്, ഇജ്ജ് കട്ടയാണ്, തേനാണ്, പകലാണ്, ഇജ്ജെല്ലാമെല്ലാമാണ്, ഇജ്ജില്ലെങ്കിൽ ഇപ്പം എൻ്റെ കൈ പൊള്ളീനും, ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് നല്ല നല്ല ചക്കര വർത്താനം ഒക്കെ എന്ത് ചെയ്തു പരമാവധി പറഞ്ഞു കൊടുത്തു. മനസ്സിലായിട്ട് പറയണേ, പരമാവധി അങ്ങനെ പറഞ്ഞു കൊടുത്തു. മനസ്സിലായോ? നാകാബില ഇസ്ഹാർ ഷഫഖത്തി, ഇത് പ്രകടിപ്പിക്കാൻ കഴിയാത്തൊരു സ്നേഹമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരുന്നു. ചില സ്നേഹങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയൂല, അത്രയും സ്നേഹമായിരിക്കും. എന്താ ചെയ്യേണ്ടതെന്നും കൂടെ അറിയില്ല അല്ലേ. ഒരു 10 വെച്ചാലും മതിയാവില്ല. ചെറിയ കുട്ടികളെ, സ്വന്തം കുട്ടികളെ ചിലർക്കേ, ഒരു ഉദാഹരണം പറയാം, ചില സമയങ്ങളിൽ. അപ്പോൾ അങ്ങനെയാണ്. ദർദോർ ഇൽത്തിജാമെ ഡൂബി ഹുയി, ദുഃഖത്തിലും അപേക്ഷയിലുമായി മുഴുകി. എന്താ ദുഃഖത്തിലും അപേക്ഷയിലുമായി മുഴുകിയാർ? എന്താ കുട്ടിയെ, ഞാൻ എന്നോട് ഇതുവരെ പറഞ്ഞത് അറിയാത്തതുകൊണ്ടാട്ടോ, അവൻ എനിക്ക് പുറത്തരണ കേട്ടോ, അങ്ങനെയൊക്കെ പറയില്ലേ. ഞാനിപ്പോൾ ഇതുവരെ ഈ പിന്നെ ദോശക്കല്ല് പ്രയാസം കാരണമായിട്ടാണ് ഇവിടെ ഇതൊക്കെ കൊണ്ടുവരുന്നത്. വല്യമാനെ കയ്യ് വെള്ളാക്കാൻ ഒന്നും എനിക്ക് അറിയില്ലല്ലോ, ഓർമ്മയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടോ, ഇജ്ജ് വിഷയാക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ എൻ്റെ കുട്ടി കൊടുന്നു, നല്ല കുട്ടിയാണ് എൻ്റെ കുട്ടി, അല്ലാഹു സ്വീകരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ്ട് ആകെ പ്രയാസം ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കൂട്ടിയിട്ട് കുറേ വർത്താനം പറഞ്ഞു എന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ? ദർദോർ ഇൽത്തിജാമെ ഡൂബി ഹുയി, വേദനയിലും അപേക്ഷയിലുമായിട്ട് മുഴുകി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുറേ കാര്യങ്ങളങ്ങനെ പറഞ്ഞിങ്ങനെ വന്നു. കുറേ അപേക്ഷകൾ വന്നു, കുറേ ഒരു പ്രയാസങ്ങളും പരിഭവങ്ങളൊക്കെ ആ സമയത്ത് പറഞ്ഞു എന്നർത്ഥം. കിത്തിനി നഫ്സ് ഖുഷി ഹേ, എത്രമാത്രം നല്ല ആത്മപീഡയാണ്. കാരണം സ്വന്തം നഫ്സിനെ ബലിയാടാക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം നഫ്സിനെ ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന യൗവനമാണ് മോനെ നിൻ്റെത്, സമ്മതിച്ചു നിന്നെ എന്നൊക്കെ പറയാണ്. കിത്തിനി ജാൻ സോസി ഹേ, എത്രമാത്രം മനസ്സ് നീറ്റുന്ന, എത്രമാത്രം മനസ്സിന് ദുഃഖമുണ്ടാക്കുന്ന പ്രവർത്തനമാണ് നീ ചെയ്തത്. സന്തോഷത്തായി എൻ്റെ മനസ്സിനിപ്പോൾ ദുഃഖം വരികയാണ്, എനിക്കു വേണ്ടി ചെയ്താണുള്ളതൊക്കെ. മനസ്സിലായോ? നെക്സ്റ്റ് ജബ്ത് ക്യാ, ഇതിനെങ്ങനെ വിശദീകരിക്കാൻ കഴിയുക, അതാ പറയുന്നത് കേട്ടോ. ബച്ചേനെ കിത്തിനെ ജബ്ത് കിയാ ഹോഗ, നമ്മളെ ഈ കുട്ടി എത്രമാത്രം സഹിച്ചിട്ടുണ്ടാകും, നമ്മുടെ ഈ കുട്ടിയെ എത്രമാത്രം സഹിച്ചിട്ടുണ്ടാകും. ജബ് ദൂസരെ ലഡ്ക്കെ കിലോനെ ലേ രഹേ ഹോഗെ, ബാക്കിയുള്ള കുട്ടികളൊക്കെ കളിപ്പാട്ടങ്ങളുമായിട്ട് ഇങ്ങനെ മണ്ടാണ്, അവർ അതുമായി ജീവിക്കാണ്, അതുമായി മല്ലിടാണ്. അതിനുവേണ്ടി അവർ ഊണും ഉറക്കും ചിലവഴിക്കുമ്പോൾ മിഠായിയാക്കാരേ ഹോകെ, അവർ മിഠായികൾ തിന്നുണ്ടാവും. ഉസ്കാദിൽ കിത്തിന ലൽച്ചായ ഹോക, ആ സമയത്ത് അവൻ്റെ മനസ്സ്, ഹാമിദിൻ്റെ മനസ്സ് എത്രമാത്രം കൊതിച്ചിട്ടുണ്ടാകും. ഇതുപോലെ മിഠായി തിന്നാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടല്ലോ, പക്ഷേ ഞാൻ എൻ്റെ വല്യുമ്മയുടെ കണ്ണീരൊപ്പാനാണ് ഞാൻ ഇവിടെ നിലകൊള്ളുന്നത്, അതിനു വേണ്ടിയാണ് ഞാൻ പരിശ്രമിക്കുന്നത്, അതിനു വേണ്ടിയാണ് ഞാൻ ദസ്തുപന കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അതൊക്കെ സിമ്പിളായി മാറി എന്നുള്ളതാണ്. മനസ്സിലായോ? ഇത്തിന ജബ്ത് ഉസ്സേ ഹുവ ക്യൂങ്കർ, ഇത്രമാത്രം സഹിച്ചത് അദ്ദേഹം എന്തിനായിരിക്കും ഈ കുട്ടി? ഇതോരോന്നിങ്ങനെ ചിന്തിക്കാണോ വല്യം കേട്ടോ. വഹാംബി അപ്പിനെ ബൂടി ദാദിക്ക് യാദ് ഉസേരഹി, അവിടെയും തൻ്റെ പ്രായമായ വല്യമ്മയുടെ ഓർമ്മകൾ അയവിറച്ചുകൊണ്ടിരുന്നു. ആ ഓർമ്മകൾ അവൻ്റെ മുന്നിൽ വന്നു, അവൻ്റെ മനസ്സിൻ്റെ അന്തരാളങ്ങളിൽ കുടികൊണ്ടോ, അതുകൊണ്ടാണ് ഇതുണ്ടായത് എന്ന് വല്യമ്മ പറയാണ്. അമീനാക്ക ദിൽ ഖുഷി സേ ബർ ഗയാ, സന്തോഷം കൊണ്ട് മനസ്സ് ഫുള്ള് നിറഞ്ഞു കവിഞ്ഞു. സന്തോഷം കൊണ്ട് നിറഞ്ഞു മനസ്സ്. ഓർ തബ് ഏക്ക് ബഡി ദിൽചസ്പ് ബാത്തി പോയി, ആ സമയത്ത് ഒരു വളരെ രസകരമായൊരു സംഭവം ഉണ്ടായി. എന്താ രസകരമായ സംഭവം? എന്തായിരിക്കും? ഹാമിദ് കെ ചമട്ടെ സേ ബിയാജു, ഹാമിദിൻ്റെ ചമട്ടല്ല, അതിലേറെ വലിയ അത്ഭുതം. എന്താ സംഭവിച്ചാൽ ബച്ചെ ഹാമിദിനെത്തു ബൂഡെ ഹാമിദ് കാ പാർട്ടാക്കിയ, ഈ ബച്ചെ ഹാമിദ്, കുട്ടിയായ ഹാമിദ് എന്ത് ചെയ്തു? വൃദ്ധയായ ഹാമിദിൻ്റെ പാർട്ടാണ് അഭിനയിച്ചത്. എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ ഫുള്ള് വല്യമ്മ 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 എന്നുള്ള ഇതാണല്ലോ. അപ്പോൾ ആ രീതിയിലാണ് അവൻ നിലകൊണ്ടത്. എന്നാലോ ബുഡിയ അമീന ബച്ചി ബൻ ഗൈ വറോനെ ലഗി, വൃദ്ധയായ അമീന കുട്ടിയായി. കാരണം കുട്ടീൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടല്ലോ, കുട്ടി ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ, കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു പകതിരിവൊക്കെ ഉണ്ടായതുകൊണ്ടാണല്ലോ വല്യമാൻ ഇങ്ങനെ നോക്കിയത്. മനസ്സിലായോ? അങ്ങനെ ഓരോന്ന് ചിന്തിച്ചേ അങ്ങനെ എന്താ ചെയ്തു, അവർ രണ്ടുപേരും ഭയങ്കര സംഭവമായി എന്ന് പറയാണ്. മനസ്സിലാണ്ട് പറയണേ?
മനസ്സിലാവുണ്ടോ? ബുഡിയ എന്തായി, ബച്ചിയായി, കുട്ടിയായി, കുട്ടി തന്തിയായി. ആ രീതിയിൽ അവർ അഭിനയം ഉണ്ടായി എന്നർത്ഥം അവിടെ. മനസ്സിലായോ? ദാമൻ പേലാക്കർ ഹാമിദ് കോ ദുആ തീ ജാത്തി എത്തി. മടിത്തട്ടി വിരിച്ചുകൊണ്ട് ഹാമിദിന് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു, കൊടുത്തുകൊണ്ടേയിരുന്നു. ഓർ ആഘോസെ ആൻസോ ഗിറാത്തി ജാത്തി തീ. കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. കണ്ണിൽ നിന്നും കണ്ണുനീരൊക്കെ എന്താ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. ഹാമിദ് ഉസ്കാറാസ് ക്യാ സമജ്ത. ഹാമിദ് ആ രഹസ്യം എന്തായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുക? ഹാമിദ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സ്വാഭാവികം എല്ലാവർക്കും അറിയുന്ന ഉത്തരമാണ്. ആൻസർ സിമ്പിൾ. എന്താ കാരണം? ഈ ഒരു ആത്മപീഡ എന്ന് പറയുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കുന്ന ഈ ഒരു കുട്ടിയുടെ ആ ഒരു മനോദാർഢ്യം അല്ലേ, അതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഹാമിദിൻ്റെ വല്യുമ്മ കരയുന്നത് അല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു മനസ്ഥിതി നമ്മുടെ മനസ്സിലും ഉണ്ടാവണം. അള്ളാഹു അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. ഷോർട്ട് ചെയ്ത് വരിക. ഓക്കെ, അസ്സലാമു അലൈക്കും. മലയാളത്തിൽ എഴുതണം കേട്ടോ, അർത്ഥങ്ങളും എഴുതണം. ഓക്കെ.